മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് വൈലത്തൂർ കുറ്റിപ്പാലയിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. 15 സെൻറ്റ് റെക്റ്റാങ്കുലർ പ്ലോട്ടാണ് ഈ വീടിൻ്റെ പ്ലേസ്. അറൗണ്ട് 3000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടാണ്. ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ മിനിമൽ സ്പേസുകൾ സൈഡ് യാർഡുകളിൽ ലൊക്കേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ റിയർ സൈഡിൽ മിനിമം അളവായ 2 മീറ്റർ മാത്രം കൊടുത്തിട്ട് വീടിൻ്റെ ഫ്രണ്ട് യാർഡ് ധാരാളം സ്പേസ് ഫ്രണ്ട് യാർഡിന് വേണ്ടിയിട്ടും ലാൻഡ്സ്കേപ്പിന് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ബേസ് തുടങ്ങുന്നത്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 4 ബെഡ്റൂംസ് ഉള്ള ഒരു പ്ലാനും ഓപ്പൺ ശൈലിയിലുള്ള ഒരു ഇൻറ്റീരിയറുമാണ് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്. അതിനനുസരിച്ചാണ് ഇതിൻ്റെ വീടിൻ്റെ ഡിസൈൻ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഡിസൈനിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടും ലിവിങ്ങും ഡൈനിങ്ങും ഒരേ ലൈനിൽ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കടന്നു വരുന്ന ഒരു ഫോയർ സ്പേസിലേക്ക്, ദെൻ ഫോയർ സ്പേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലിവിങ്ങും റൈറ്റ് സൈഡിൽ സ്റ്റെയർ കം കോർട്ട്യാർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിലേക്ക് നിന്ന് നേരെ വുഡും മെറ്റലും അടങ്ങിയ ഒരു വുഡ് ഫിനിഷിലുള്ള ഒരു സെമി പാർട്ടീഷൻ. ആ പാർട്ടീഷനിൽ തന്നെ ഇവിടെ ലിവിങ്ങിൽ TV വരുന്നുണ്ട്. ആ പാർട്ടീഷൻ്റെ ബാക്കിലായിട്ടാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫർണിച്ചറിന് കറക്റ്റ് സ്പേസ് പ്ലാനിങ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നേരെ ഒരു പ്രയർ റൂമിനോട് തൊട്ടടുത്തൊരു ഫാമിലി ഒരു സ്പേസുമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫാമിലി സ്പേസിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നതാണ് കിച്ചൺ പ്ലസ് ഒരു കിച്ചണും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ കിച്ചൺ സ്പേസ്. കിച്ചണിൻ്റെ ക്യാബിനറ്റ്സ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാബിനറ്റ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കിച്ചണിൻ്റെ ക്യാബിനറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള കളേഴ്സാണ്. ഗ്രീനിഷ് ഗ്രേ ടച്ച് കളേഴ്സും പ്ലസ് വുഡൻ ഫിനിഷുമാണ് അതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. സാധാരണ കാണാത്ത ഒരു കളറാണ് ഇവിടെ ഈ വീടിന് കിച്ചൺ ക്യാബിനറ്റ്സിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു നല്ല ഒരു കിച്ചൺ ആംബിയൻസ് ഇവിടെ നൽകുന്നുണ്ട്. മെയിൻ ഡോർ കടന്നു വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് സ്റ്റെയർ ഏരിയ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു സെമി കോർട്ട്യാർഡ്, ലൈറ്റ്സ് വരുന്നതിന് വേണ്ടി ഗ്ലാസിൻ്റെ ഒരു വാളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്റ്റെയറാണ് വരുന്നത്. സ്റ്റെയർ മുകളിൽ കയറി വന്നാൽ നേരെ വരുന്നത് അപ്പർ ലിവിങ്ങിലേക്ക്. അപ്പർ ലിവിങ്ങിൻ്റെ 2 സൈഡിലായിട്ട് ഇവിടെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വീട്ടിലുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂംസ്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂംസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 400 × 380 ആണ്. 15 സെൻറ്റ് പ്ലോട്ടും മിനിമം സ്പേസും ആണ് വീടിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് 400 × 380 മാറ്റിയത്. ഒരു കളറിങ് കോമ്പിനേഷൻ ഇതിൽ പ്രകടമാകുന്നുണ്ട്. ബെഡ്റൂംസിലൊക്കെ വുഡും ഗ്രേയും, ഒരു ബെഡ്റൂമിൽ വുഡും വൈറ്റും. ഈ പ്രോജക്റ്റ് ഇത്ര നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നത് ക്ലയൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ട് കൊണ്ടാണ്. ക്ലയൻറ്റ് ഷാഫി എൻ്റെ സുഹൃത്തു കൂടിയാണ്. ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈസി ആക്സസും പിന്നെ കൂടുതൽ മെയിൻ്റനൻസ് വരാത്തതുമായ ഡിസൈൻ ആപ്ലിക്കേഷനാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോമൺ സ്പേസൊക്കെ ഒരു ഫ്രീ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലോട്ടിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ആണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ക്ലയൻറ്റ് ഷാഫി നൽകിയ ഒരു സപ്പോർട്ട് ഈ പ്രോജക്റ്റിൻ്റെ വലിയൊരു റിസൾട്ടിന് ഭാഗമായിട്ടുണ്ട്.